ദേവികുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ രേവതി അശ്വതി മഹോത്സവവും ആട്ടവിശേഷവും സമുചിതമായി ആഘോഷിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രഭരണസമിതി ഭാരവാഹികൾ അറിയിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് 4 മുതൽ വരവും കൂട്ടം കൊട്ടും പകൽ കാഴ്ചകളും നടക്കും. ദേവികുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ രേവതി അശ്വതി മഹോത്സവവും ആട്ടവിശേഷവും ഏപ്രിൽ 8-9 തീയതികളിൽ സമുചിതമായി ആചരിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മഹോത്സവവും ആട്ടവിശേഷവും 2024 ഏപ്രിൽ 8-9 ദിവസങ്ങൾ തിങ്കളാഴ്ച ദിവസങ്ങൾ ആഘോഷിക്കപ്പെടുകയാണ്. മുഴുവനും ക്ഷേത്രത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈകിട്ട് ചമയവിളക്ക് കൊച്ചുമുറി കരയുടെ വകയിൽ നടക്കുന്ന ചമയവിളക്ക് 6 മണിക്ക് നടക്കുന്നതായിരിക്കും. അതിനുശേഷം മെഗാഷോ ഗോപീശൻ എന്ന അവകാശം 7 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്ത് 10 മണിക്കകം തീർക്കാനുള്ള സംവിധാനമാണ് എത്തിയിരിക്കുന്നത്. മറ്റ് വിശേഷ പൂജകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നാളെ അശ്വതി ദിവസം പ്രധാന ഉത്സവം. നാളെ രാവിലത്തെ ക്ഷേത്ര ചടങ്ങുകൾ കഴിഞ്ഞാൽ ഉടനെ കെട്ടുകാഴ്ച വരവ്, അതിനു മുമ്പ് കൂട്ടം കൊട്ട് എന്നൊരു ചടങ്ങുണ്ട്. ഇവിടെ 2 ദേവിമാർ പുറത്തുനിന്ന് വന്ന് അവർ നമ്മുടെ ഭഗവതി സ്വീകരിച്ച് ഇവിടെ കൊണ്ടുവരുന്ന ഒരു ചടങ്ങുണ്ട്. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ കെട്ടുകാഴ്ചയാണ്. അതിന് ഓട്ടം തുള്ളൽ നടക്കും. കെട്ടുകാഴ്ച 6 കരകളിൽ നിന്നും വന്ന് ഓരോ കരയ്ക്ക് ഓരോ പ്രാതിഥ്യമുണ്ട്. തെക്ക് വടക്ക് അങ്ങനെ 6 കൊണ്ടുവന്ന് ഈ 6 കരകളെ വെച്ചതിന് ശേഷം ഈ നമ്മുടെ നാട്ടിലെ ക്ലബ്ബുകളും സംഘടനകളും ഈ ഭക്തരുമൊക്കെ അണിയിച്ചൊരുക്കൊണ്ടിരുന്ന ഏതാണ്ട് 10-12 ഇതുവരെ കെട്ടുകാഴ്ചകളും അത് തീരുമ്പോഴത്തേക്ക് ഉറപ്പുപണിയാവുമെന്നുള്ളത് കൊണ്ട് നാളെ സ്റ്റേജ് പ്രോഗ്രാം ഇല്ല. ആ സ്റ്റേജ് പ്രോഗ്രാം അത് നമ്മൾ പിന്നെ നാളെ വെളുപ്പിനെ ഭഗവതി കൊടുങ്ങല്ലൂരിന് പോയാൽ പിന്നെ പിറ്റേ ദിവസം നട അടച്ചേക്കാൻ. അതുകൊണ്ട് ആ ദിവസത്തെ പരിപാടി നമ്മൾ 12-ാം തീയതി 7 മണി മുതൽ ദീപാരാധന ശേഷം ഇവിടെ സ്റ്റേജിൽ നടത്തും. ഇതൊരു നാടൻ പാട്ടാണ്. പാണ്ഡവാസ് എന്ന് പറയുന്ന നാടൻ പാട്ട്. ഇന്ന് രാവിലെ തന്നെ ക്ഷേത്രത്തിൽ ഇപ്പം നവകം, കളഭാഭിഷേകം, ശ്രീഭൂതബലി മുതലുള്ള ചടങ്ങുകൾ ഇപ്പം നടന്നിരിക്കുകയാണ്. രാവിലെ അടിയന്തര കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് തന്ത്രി പടിഞ്ഞാറേക്കൊല്ലാം വഴി സനൽ നാരായണൻ നമ്പൂരിയുടെ നേതൃത്വത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് വൈകിട്ട് കളവെഴുതിപ്പാട്ട്, അത് കഴിഞ്ഞാൽ ദീപാരാധന, പിന്നെ ചമയവിളക്ക് വരവ് ദേവി സേവാ സമിതിയുടെ, അത് കഴിഞ്ഞ് മെഗാഷോ പ്രസിഡന്റ് പറഞ്ഞ പോലെ മെഗാഷോ, അത് കഴിഞ്ഞ് ഇതിന് മുമ്പ് തന്നെ പരിഹാരക്രിയകളെല്ലാം നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ 7-ാം തീയതി. ഇനി നാളെ എന്ന് പറയുന്ന പ്രധാനമായിട്ട് രാവിലെ ക്ഷേത്രയിടങ്ങൾക്ക് ശേഷം ഭാഗവത പാരായണം, ശ്രീഭൂതബലി, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓട്ടം തുള്ളൽ, കൂട്ടം കൊട്ടും വരവും 2 ദേവിമാരായിട്ടൂടെ എത്തുന്നുണ്ട്. അത് നമ്മുടെ ഭഗവതി എന്ന് സ്വീകരിച്ചുകൊണ്ടുള്ള കൂട്ടം കൊട്ട്. അത് കഴിഞ്ഞ് 6 കരകളിൽ നിന്നും മറ്റ് സംഘടനകൾ കൊണ്ടുവരുന്ന പകൽക്കാഴ്ചകളെല്ലാം ക്രമമായി എത്തിച്ചേരുകയും അതിനെല്ലാം വന്ന് നിരന്നതിന് ശേഷം ഭഗവതി ചെന്ന് കണ്ട് സന്തോഷിച്ച് അനുഗ്രഹിക്കുന്നതും, തുടർന്ന് പിന്നെ വെളുപ്പിനെ ഭഗവതി എഴുന്നള്ളത്താത്രയിലേക്കുള്ള ആലപ്പുഴയോടുകൂടി ഘോഷയാത്ര, അത് കഴിഞ്ഞ് വെളുപ്പിനെ 5 മണിക്കോടുകൂടി കൊടുങ്ങല്ലൂരിൽ പോകുന്ന ചടങ്ങും, 10-ാം തീയതി നട തുറക്കത്തില്ല. 11-ാം തീയതി വെളുപ്പിനെ ഭഗവതി പിന്നെ തിരികെ കൊടുങ്ങല്ലൂർ വരികയും അത് സമയം സ്വീകരിച്ചുകൊണ്ട് വരുന്ന ചടങ്ങുണ്ട് പനയാത്തറയിൽ നിന്ന്. അന്ന് ഇവിടുത്തെ യുവജന സമിതിയുടെ ഒരു പരിപാടികളൊക്കെ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്, അവരുടെ വാർഷികാഘോഷമായിട്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ഈ അശ്വതി ദിവസം കലാപരിപാടി നടത്താൻ പറ്റാത്തത് കൊണ്ട് 12-ാം തീയതി നാടൻപാട്ടിൽ പാണ്ഡവാസിൻ്റെ അത് 7 മണിക്ക് ശേഷം നമ്മൾ നടത്തുന്നുണ്ട്. അങ്ങനെ ഈ ചടങ്ങുകളെല്ലാം ഐശ്വര്യസമ്പൂർണ്ണമായി നടക്കുന്നതിന് ഭഗവതി അനുഗ്രഹിക്കട്ടെ എന്ന്. 8-ന് രാവിലെ 5-ന് ഹരിനാമ കീർത്തനം, പ്രഭാതപേരി, നിർമ്മാല്യ ദർശനം, മഹാഗണപതി ഹോമം, 7-ന് അഖണ്ഡ നാമജപയജ്ഞം, 10:30 മുതൽ നവകം, കളഭാഭിഷേകം, ശ്രീഭൂതബലി, സർപ്പദൈവങ്ങൾക്ക് അഭിഷേകം, നൂറും പാലും ചടങ്ങ് എന്നിവ നടന്നു. വൈകിട്ട് 6-ന് ചമയവിളക്ക്, 6:30-ന് നിർമ്മാലയം വിളക്കും, ദീപാരാധന സേവ, രാത്രി 7:30 മുതൽ മെഗാഷോ, 8-ന് കളമെഴുത്തും പാട്ടും, 9-ന് ശ്രീഭൂതബലി എന്നിവ നടന്നു. 9-ന് രാവിലെ ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം 10:30-ന് നവകം, ശ്രീഭൂതബലി, 11:30-ന് സോപാന സംഗീതം, വൈകിട്ട് 3-ന് ഓട്ടൻ തുള്ളൽ, വൈകിട്ട് 4 മുതൽ വരവും കൂട്ടം കൊട്ടും പകൽ കാഴ്ചകളും നടക്കും. ദേവീ സംഗമം, കൂട്ടം കൊട്ട് എന്നിവയ്ക്ക് ശേഷം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പുതുപ്പള്ളി തെക്ക്, പുതുപ്പള്ളി വടക്ക്, ഗോവിന്ദമുട്ടം, പ്രയാർ വടക്ക്, കുച്ചുമുറി വടക്ക്, കുച്ചുമുറി തെക്ക് എന്നിവിടങ്ങളിൽ നിന്നും കെട്ടുകാഴ്ചകൾ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരും. എല്ലാ ഭക്തജനങ്ങളും ചടങ്ങുകളിൽ പങ്കെടുക്കണമെന്ന് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് എസ് ബിന്ദിഷ്, സെക്രട്ടറി കെ അരവിന്ദാക്ഷൻ, വൈസ് പ്രസിഡന്റ് കെ ബാബു, ഗജാൻജി എൻ നന്ദകുമാർ എന്നിവർ അറിയിച്ചു. സി ഡി നെറ്റ് ന്യൂസ്, ദേവികുളങ്ങര.